തൃക്കരിപ്പൂരിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ കക്കുന്നം പത്മനാഭൻ പണിക്കർക്ക് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം. കലാ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്. കലാ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം കക്കുന്നം പത്മനാഭൻ പണിക്കർക്ക് ലഭിച്ചത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഗുൽസാരിലാൽ നന്ദിയും നേതൃത്വം വഹിച്ച ഡൽഹി ആസ്ഥാനമായുള്ള ഭാരത് സേവക് സമാജിന്റെ പുരസ്കാരം തിരുവനന്തപുരത്ത് കവടിയാർ ഭാരത് സേവക് സമാജിൽ നടന്ന ചടങ്ങിൽ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രനിൽ നിന്ന് ഏറ്റുവാങ്ങി. 1980 മുതൽ കഥാപ്രസംഗ രംഗത്തിലൂടെ കലാരംഗത്തേക്ക് പ്രവേശിച്ച പത്മനാഭൻ 12 പരം കഥകളുമായി 1995 വരെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വേദികളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിൽ യുവാണി ഗായകർക്കായി 25 പരം ലളിതഗാനങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നാടകത്തിന്റെ പിന്നണിയിലും ഭക്തിഗാനമേളകളിലും പുല്ലാങ്കുഴൽ വായിച്ചിട്ടുണ്ട്. 2023 നീലേശ്വരം പുളിയക്കാട്ട് പുതിയ സ്ഥാനം വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് പട്ടും വളയും അണിച്ച് പണിക്കർ പദവി ലഭിച്ചിരുന്നു. പ്രധാനമായും മഹാകവി കുട്ടമത്തിന്റെ മൂകാംബിക കടാക്ഷമാല എന്ന അക്ഷരമാലാ ക്രമത്തിലുള്ള ആ 41 പദ്യം ഞാൻ 2-3 വർഷം മുമ്പേ അത് ഓഡിയോ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതൊരു പ്രധാന വഴിത്തിരിവായിരുന്നു ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ തേടിയെത്തുന്നതിൽ. കൂടാതെ രാമായണ പാരായണം, അതുപോലെ തന്നെ കഥാപ്രസംഗം, മറ്റുള്ള ലളിതഗാനങ്ങൾ, ഇതൊക്കെ ഒരു പരിഗണിച്ചാണ് എന്നിലേക്ക് ഈ അംഗീകാരം വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൽ എന്നോടൊത്ത് പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിറകിലുണ്ട്. അതുപോലെ തന്നെ പൂരക്കളി, മറത്തുകളി രംഗത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഒട്ടുമിക്ക പ്രകരണങ്ങൾ എനിക്ക് അത് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് യൂട്യൂബ് വഴി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.